ഷാജഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ്, ഷാജഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ് തൻ്റെ പ്രിയ പത്നി മുംതാസ്, അവളുടെ വിരഹവേദനയിൽ അവളോടുള്ള പ്രണയം അടക്കാനാകാതെ, അവളോടുള്ള തീവ്ര പ്രണയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവളോടുള്ള സ്നേഹം അടക്കാനാകാതെ ആ വേദനക്കകത്തിരുന്നു കൊണ്ട് അവൾക്ക് വേണ്ടി ഒരു മാർബിൾ സൗധം പണിതു. അതാണ് താജ്മഹൽ. ഈ മണ്ണിൽ താജ്മഹൽ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ പ്രണയമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്നേഹമാണത്. വളരെ ശ്രദ്ധയോടെ കേൾക്ക്. തൻ്റെ പ്രിയ പത്നിയുടെ വിരഹവേദനയിൽ അവളോടുള്ള പ്രണയത്തിൻ്റെ ദാഹമടക്കാനാകാതെ അദ്ദേഹം ഈ ആഗ്രയുടെ തീരത്ത് യമുനയിൽ അതേ ഒരു മാർബിൾ സൗധം പണിതു. അതാണ് താജ്മഹൽ. ഏകദേശം 22 വർഷങ്ങൾ കൊണ്ട് 10,000-ൽ പരം തൊഴിലാളികളെ വെച്ച് 22 വർഷം കൊണ്ട് 10,000-ൽ പരം തൊഴിലാളികൾ ആ മാർബിൾ സൗധം കെട്ടി പണിതുയർത്തി ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അതൊരു അത്ഭുതമായി നിലകൊള്ളുകയാണ്. അത് മണ്ണിൽ പൊങ്ങി വന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ പ്രണയമാണ്. അതെനിക്ക് അത്ഭുതമാണ്. പക്ഷേ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമായിരുന്നു എങ്കിലും എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമല്ല. അതിനപ്പുറം ഒരു വലിയ സ്നേഹത്തെ ഞാൻ കണ്ടുമുട്ടി. നിങ്ങൾ ആരും മിണ്ടുന്നില്ല, ഒരാമേൻ പറഞ്ഞേ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമായിരുന്നു എങ്കിലും എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമല്ല. എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഞാൻ പാവി എന്നറിഞ്ഞിട്ട് ഞാൻ പല പ്രാവശ്യം വീണും എഴുന്നേറ്റും ഒരു കഴുത ചുമക്കുന്നത് പോലെ പാപം ഞാൻ ചുമന്നുകൊണ്ടിരുന്നെന്ന് അറിഞ്ഞിട്ടും ഒരു ദിവസം ഞാൻ ശരിയാകുമെന്ന് കണ്ട്, ഒരു ദിവസം എൻ്റെ രക്ഷയെ അവൻ തിരിച്ചറിയുമെന്ന് കണ്ട് എനിക്ക് വേണ്ടി സഹിച്ച്, എനിക്ക് വേണ്ടി ക്ഷമിച്ച്, ഇതാ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 2 കള്ളന്മാരുടെ നടുവിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി ചോരയിൽ കുതിർന്ന വദനം വികൃതമായി അംഗങ്ങൾ ചേതറയറ്റി കിടക്കപ്പെടുമ്പോഴും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ചാലിൻ്റെ തുപ്പലും വിയർപ്പും കുഴഞ്ഞുണങ്ങിയ മുഖത്ത് അല്പം പോലും വിങ്ങിപ്പൊട്ടലില്ലാതെ, ഒരു പ്രതികാരത്തിൻ്റെ പേപറച്ചിലില്ലാതെ അവൻ കയ്യിൽ അടിച്ചിറക്കിയ ആണികൾ അടിച്ചിറക്കിയ കരുത്തന്മാരായ പടയാളികളോട് ക്ഷമിച്ച് 39 അടി വലതും ഇടതും ചുറ്റി അടിച്ച ആ പടയാളികളോട് ക്ഷമിച്ചുകൊണ്ട് ആ സ്നേഹം ക്രൂസിൽ കയറി വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചങ്ക് പിളർന്നൊരു സ്നേഹം, എന്നെ പങ്കാളിയാക്കിയൊരു സ്നേഹം. എന്തോ രക്തത്തിളപ്പി വിളിച്ചു പറയുന്നതല്ല ഇത്. ഒരു കാലം മുഴുവനും തകർക്കപ്പെട്ടൊരു ചരിത്രം എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലുണ്ട്. ആർക്കും വേണ്ടാത്തവനെ പോലെ, ആരോരുമില്ലാത്തവനെ പോലെ കരഞ്ഞ് തള്ളി നീക്കിയ രാത്രികളുണ്ട്. എന്നെ വിടുവിപ്പാൻ ആർക്ക് കഴിയുമെന്ന് 1000 വട്ടം ചോദിച്ചവനാണ് ഞാൻ. ജീവിതം മടുത്തവനാണ് ഞാൻ. എങ്ങനെങ്കിലുമൊക്കെ ചാകണമെന്ന് കൊതിച്ചവനാണ് ഞാൻ. ആർക്കെന്നെ വിടുവിപ്പാൻ കഴിയുമെന്ന് എൻ്റെ യൗവന പ്രായത്തിൽ ആരോരുമില്ലാതെ യൗവനത്തിൻ്റെ സകല സ്വപ്നങ്ങൾ തകർന്ന് അനാഥാലയത്തിന്റെ റൂമിനകത്ത് ഒതുക്കപ്പെട്ടവനാണ് ഞാൻ. എന്നാൽ ഇന്ന് രാത്രി അതേ ഞാൻ ഈ പട്ടണത്തിൽ മൈക്കെടുത്തുകൊണ്ട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റണമെങ്കിൽ, നിന്റെ ജീവിതം മാറണമെങ്കിൽ യേശു വരണം. ഞങ്ങളുടെ ജീവിതം മാറിയത് യേശു വന്നത് കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ പാടുന്നത് യേശു വന്നത് കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയൊരു യേശു വന്നത് കൊണ്ടാണ്.